ഓണം മലയാളിക്ക് ആഘോഷത്തിൻ്റെ കാലം മാത്രമല്ല, മലയാള സിനിമാ വ്യവസായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് സീസണുകളിൽ ഒന്നാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഓണക്കാലത്ത് ഏറ്റവും മികച്ച ബിസിനസ് നേടിയ സിനിമകളിലൂടെയാണ് ഇത്തവണത്തെ സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസ്. ഓണക്കാലത്ത് കുടുംബങ്ങൾ ഒരുമിച്ച് തിയേറ്ററിലേക്ക് എത്തും. കൂടുതൽ ഷോകൾ, കൂടുതൽ സ്ക്രീനുകൾ, ഉയർന്ന ഒക്യുപ്പൻസി, അതിനൊപ്പം വലിയ അഡ്വർടൈസിംഗ് റവന്യൂ. അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ വിജയത്തിൽ ഓണം റിലീസ് എന്ന ടാഗിന് വലിയ കൊമേഴ്സ്യൽ വാല്യൂ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. വലിയ ബജറ്റുള്ള സിനിമകൾ മാത്രമല്ല ഓണത്തിൽ വിജയിച്ചത്. ചില മിഡ് ബഡ്ജറ്റ് സിനിമകൾ ചെറിയ നിക്ഷേപത്തിൽ വലിയ റിട്ടേൺസ് നേടി. ചില വലിയ താരചിത്രങ്ങൾ വലിയ പ്രീ റിലീസ് ബിസിനസ് നേടിയിട്ടും തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. അപ്പോൾ 2016 മുതൽ 2025 വരെയുള്ള മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഓണം സീസൺ തിയേറ്റർ ഹിറ്റ്സ് ഏതൊക്കെയാണ്? അവയുടെ റിലീസ് ഡേറ്റ്, കാസ്റ്റ്, ക്രൂ, പ്രൊഡക്ഷൻ കമ്പനി, ബഡ്ജറ്റ്, തിയേറ്റർ കളക്ഷൻ, OTT, സാറ്റലൈറ്റ് ബിസിനസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളുടെ പുതിയ ചിത്രം ഇതാ, ആഘോഷമാക്കൂ ഈ ഓണം. 2016 ഓണം സീസണിലെ പ്രധാന വിജയങ്ങളിൽ ഒന്നായിരുന്നു മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം. 2016 സെപ്റ്റംബർ 8-നാണ് ഈ സിനിമ റിലീസായത്. ലാലേട്ടനൊപ്പം സമുദ്രക്കനി, വിമലാരാമൻ, അനുശ്രീ, ബേബി മീനാക്ഷി തുടങ്ങിയവരും ചിത്രത്തിലുണ്ടായിരുന്നു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസാണ് നിർമ്മിച്ചത്. 6.5 കോടി മുടക്കിയ ഒപ്പം 65 കോടിയോളം രൂപ തിയേറ്റർ കളക്ഷനും 6 കോടി രൂപ സാറ്റലൈറ്റ് റൈറ്റ്സും നേടി. മോഹൻലാലിന്റെ സ്റ്റാർ പവറിനൊപ്പം പ്രിയദർശന്റെ ഡിറക്ഷൻ കൂടി ചേർന്നപ്പോൾ ഓണക്കാലത്ത് മികച്ച തിയേറ്ററിക്കൽ റെസ്പോൺസ് നേടി ഈ ചിത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ബിസിനസ് പോയിന്റ് എന്താണ്? ഒപ്പം പോലെയുള്ള സിനിമകളിൽ തിയേറ്റർ ബിസിനസ് മാത്രമല്ല റവന്യൂ സോഴ്സ്. തിയേറ്ററിക്കൽ ഷെയർ, ഓവർസീസ് റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, മ്യൂസിക് റൈറ്റ്സ്, പിന്നീട് ഡിജിറ്റൽ റൈറ്റ്സ് എന്നിങ്ങനെ റവന്യൂ പല വഴികളിലായി വരുന്നു. അന്ന് OTT മാർക്കറ്റ് ഇന്നത്തെ പോലെ ശക്തമായിരുന്നില്ല. അതുകൊണ്ട് ടെലിവിഷൻ, സാറ്റലൈറ്റ് റൈറ്റ്സിന് സിനിമാ ബിസിനസ്സിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇനി 2017 ഓണത്തിനെത്തിയ വലിയ ഒരു താരചിത്രമായിരുന്നു വെളിപാടിന്റെ പുസ്തകം. ലാലേട്ടനെ നായകനാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസായത് ഓഗസ്റ്റ് 31-നായിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചത്. അന്ന രേഷ്മ രാജൻ, അനൂപ് മേനോൻ, അരുൺ കുര്യൻ തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു. മോഹൻലാൽ എന്ന നടന്റെ താരമൂല്യം കാരണം ചിത്രം റിലീസിന് മുമ്പേ തന്നെ വലിയ മാർക്കറ്റ് വാല്യൂ നേടിയിരുന്നു. ബിസിനസ് മോഡൽ നോക്കിയാൽ ഇവിടെ പ്രധാനപ്പെട്ടത് പ്രീ റിലീസ് തിയേറ്ററിക്കൽ വാല്യൂ ആണ്. ഒരു വലിയ താരത്തിന്റെ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർ അഡ്വാൻസ്, ഓവർസീസ് റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, മ്യൂസിക് റൈറ്റ്സ് എന്നിവ വഴി റിലീസിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഭാഗം റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് മലയാളം ഫിലിം ബിസിനസിന്റെ പ്രത്യേകത. 7.5 കോടി നിർമ്മാണ ചിലവായ ഈ ചിത്രം 25 കോടിയിലേറെ തിയേറ്റർ കളക്ഷൻ മാത്രം നേടി. ഇനി 2018 ഓണം സീസണിൽ വലിയ സർപ്രൈസ് സക്സസ് നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തീവണ്ടി. ടൊവിനോ നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഫെലിൻ TP ആയിരുന്നു. സെപ്റ്റംബർ മാസം 7-ാം തീയതി റിലീസായ ഈ ചിത്രം നിർമ്മിച്ചത് ഓഗസ്റ്റ് സിനിമാസുമായിരുന്നു. 2011 പൃഥ്വിരാജ് സുകുമാരൻ, സന്തോഷ് ശിവൻ, ഷാജി നടേശൻ എന്നിവർ ചേർന്ന് ആരംഭിച്ച പ്രൊഡക്ഷൻ ഹൗസാണ് ഓഗസ്റ്റ് സിനിമാസ്. പിന്നീട് നടൻ ആര്യയും ഈ കമ്പനിയിൽ പങ്കാളിയായി. 2017 പൃഥ്വിരാജ് കമ്പനിയിൽ നിന്ന് പിന്മാറിയതായി അറിയിച്ചു. നിലവിൽ ഷാജി നടേശന്റെ ഓണർഷിപ്പിലാണ് ഓഗസ്റ്റ് സിനിമാസ്. ടൊവിനോയ്ക്ക് പുറമെ സംയുക്ത മേനോൻ, സുരാജ് വെഞ്ഞാറമൂട്, സൈജു കുറുപ്പ്, സുരഭി ലക്ഷ്മി തുടങ്ങിയവരും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഏകദേശം 9 കോടി രൂപ എന്ന രീതിയിലാണ് ലഭ്യമായ ട്രേഡ് എസ്റ്റിമേറ്റ്സ്. റിപ്പോർട്ടഡ് ഗ്രോസ് ഏകദേശം 30 കോടി രൂപ എന്ന കണക്കുകളും ലഭ്യമാണ്. അതാണ് ഈ സിനിമയുടെ ബിസിനസ് സ്റ്റോറി. 9 കോടി റേഞ്ചിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, 30 കോടി റേഞ്ചിലുള്ള ഗ്രോസ്. അതുകൊണ്ട് തന്നെ വലിയ താരചിത്രങ്ങളെക്കാൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചിലപ്പോൾ മിഡ് ബഡ്ജറ്റ് സിനിമകളെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കുന്നത്. അതേസമയം 2018 വലിയ സ്കെയിലിലെത്തിയ കായംകുളം കൊച്ചുണ്ണി പോലുള്ള ചിത്രങ്ങളും ഓണം സീസണിന് ശേഷം ബോക്സ് ഓഫീസിൽ വലിയ ശ്രദ്ധ നേടി. അതിന്റെ റിപ്പോർട്ടഡ് ബഡ്ജറ്റ് ഏകദേശം 45 കോടി രൂപയായിരുന്നു. 2019 ഓണം മലയാള സിനിമയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലവ് ആക്ഷൻ ഡ്രാമ, ഇട്ടിമാണി, മെയ്ഡ് ഇൻ ചൈന, ബ്രദേഴ്സ് ഡേ, ഫൈനൽസ് തുടങ്ങിയ ചിത്രങ്ങൾ ഓണം സീസണിൽ തിയേറ്ററിലെത്തി. ഇവയിൽ കൊമേഴ്സ്യൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇട്ടിമാണി, മെയ്ഡ് ഇൻ ചൈനയും ലവ് ആക്ഷൻ ഡ്രാമയും ശ്രദ്ധേയമായി. മോഹൻലാൽ നായകനായ ഇട്ടിമാണി സംവിധാനം ചെയ്തത് ജിബി ജോജു ആയിരുന്നു.
2019 സെപ്റ്റംബർ മാസം 6-ാം തീയതി റിലീസായ ഇട്ടിമാണി നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസ് ആയിരുന്നു. ലാലേട്ടിന് പുറമെ രാധിക ശരത് കുമാർ, ഹണി റോസ്, സിദ്ദിഖ്, KPSC ലളിത തുടങ്ങിയവരും ഈ സിനിമയിലുണ്ടായിരുന്നു. ഇന്റർനെറ്റ് ഡാറ്റകൾ പ്രകാരം ഏകദേശം 12 കോടി രൂപ സിനിമയ്ക്ക് നിർമ്മാണ ചിലവായി. തിയേറ്ററിലെ ഗ്രോസ് കളക്ഷൻ ഏകദേശം 35 കോടി രൂപ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഈ സിനിമ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ചെയ്തു എന്ന് പറയാം. പിന്നീട് ഈ ചിത്രം OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം വീഡിയോ ആണ്. എന്നാൽ ആമസോൺ പ്രൈം നൽകിയ OTT റൈറ്റ്സ് തുക ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇവിടെ ബിസിനസ് ലെസൺ വളരെ സിമ്പിളാണ്. ലോ ടു മിഡ് ബഡ്ജറ്റ് പ്ലസ് സ്റ്റാർ വാല്യൂ പ്ലസ് ഫാമിലി ഓഡിയൻസ് പ്ലസ് ഫെസ്റ്റീവ് റിലീസ് ആയിക്കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾ നല്ല കൊമേഴ്സ്യൽ ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സിനിമാ ലോകത്ത് വലിയ ഒരു മാറ്റം വന്നത് 2020-ലാണ്. അതിന് കാരണമായത് കോവിഡും. എല്ലാ ബിസിനസ്സുകളും നിശ്ചലമായപ്പോൾ സിനിമാ മേഖലയാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത്. കാരണം ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഒരു സിനിമാ നിർമ്മാണം. നേരത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോഴാണ് OTT എറയുടെ തുടക്കം. അങ്ങനെ മലയാള സിനിമയുടെ ബിസിനസ് മോഡൽ തന്നെ മാറി. പല സിനിമകളും OTT വഴി റിലീസ് ചെയ്യാൻ തുടങ്ങി. പ്രേക്ഷകർ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതായത് 2020 നമ്മളോട് പറഞ്ഞത് സിനിമാ ബിസിനസ് എന്നത് തിയേറ്റർ ബിസിനസ് മാത്രമല്ല, വേറെയും വിജയകരമായ സാധ്യതകൾ ഉണ്ടെന്നുകൂടിയാണ്. 2021 തിയേറ്റർ ബിസിനസ് തിരിച്ചുവരവിനായി കാത്തിരുന്ന വർഷമാണ്. കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം മലയാള സിനിമയുടെ ട്രഡീഷണൽ ഓണം തിയേറ്ററിക്കൽ ബിസിനസ് പൂർണ്ണ ശക്തിയിൽ തിരിച്ചെത്തിയിരുന്നില്ല. അങ്ങനെ OTT പ്ലാറ്റ്ഫോമുകൾ സജീവമായി. അത്തരത്തിൽ 2021 ഹോം എന്ന മലയാള സിനിമ ഡയറക്റ്റ് OTT ബിസിനസ് മോഡലായി പുറത്തിറക്കി. വിജയ് ബാബു നിർമ്മിച്ച ഈ ചിത്രം 2021 ഓഗസ്റ്റ് 19 ആമസോൺ പ്രൈം വീഡിയോയിൽ നേരിട്ട് റിലീസ് ചെയ്തു. തിയേറ്റർ റിലീസ് ഇല്ലാത്തതിനാൽ ബോക്സ് ഓഫീസ് റവന്യൂ ഇല്ലായിരുന്നു. എന്നാൽ OTTയിൽ സിനിമ സൂപ്പർ ഹിറ്റായി. ആമസോൺ പ്രൈമുമായുള്ള OTT ഡീൽ എമൗണ്ട് ഫ്രൈഡേ ഫിലിംസ് ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് സിനിമയുടെ കൃത്യമായ പ്രോഫിറ്റ് ഫിഗർ നമുക്ക് സ്ഥിരീകരിക്കാനും ആവില്ല. ഏതായാലും തിയേറ്റർ, സാറ്റലൈറ്റ് എന്നിവയ്ക്കൊപ്പം പ്രൊഡ്യൂസേഴ്സിന് മറ്റൊരു റവന്യൂ മോഡൽ കൂടി OTT വഴി ലഭിക്കുമെന്ന് സിനിമാ ലോകം തിരിച്ചറിഞ്ഞു. തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ തന്നെ OTT റൈറ്റ്സ് വഴി ഇൻവെസ്റ്റ്മെന്റ് റിക്കവർ ചെയ്യാമെന്ന ആശയം കൂടുതൽ ശക്തമായി. അങ്ങനെ 2020-21 കാലഘട്ടം മലയാള സിനിമാ ബിസിനസ്സിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി. തിയേറ്റർ, സാറ്റലൈറ്റ് എന്ന പഴയ റവന്യൂ ചെയിനൊപ്പം OTT ഫസ്റ്റ്, OTT ഡ്രിവൻ ബിസിനസ് എന്ന പുതിയ മോഡൽ കൂടി ശക്തമായി. 2022 വീണ്ടും ഓണക്കാലത്തെ തിയേറ്ററിക്കൽ ബിസിനസ് ശക്തമായി തിരിച്ചു വന്നു. വീട്ടിൽ അടച്ചിരുന്ന ആളുകൾ സ്വാതന്ത്ര്യം കിട്ടിയ ആവേശത്തോടെ നാടും നഗരവും ഒക്കെ ചുറ്റിക്കറങ്ങി. ഒപ്പം പ്രധാന വിനോദോപാധിയായ സിനിമകൾ കാണാൻ പ്രേക്ഷകർ തിയേറ്ററുകളിലും എത്തിത്തുടങ്ങി. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കണ്ടത് തല്ലുമാല എന്ന സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററുകളിലായിരുന്നു. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, കല്യാണി പ്രിയദർശൻ, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ അഭിനയിച്ച തല്ലുമാല ഓഗസ്റ്റ് 11 തിയേറ്ററുകളിലെത്തിയത്. 2022 ഏറ്റവും വലിയ കൊമേഴ്സ്യൽ സക്സസുകളിൽ ഒന്നായിരുന്നു തല്ലുമാല. യൂത്തിനെ ഫോക്കസ് ചെയ്ത് നിർമ്മിച്ച ഒരു പുതിയ കൊമേഴ്സ്യൽ പാക്കേജ് ആയിരുന്നു തല്ലുമാല. 20 കോടി മുടക്കി ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രം 50 കോടിയോളം രൂപ കളക്ട് ചെയ്തു. OTT അവകാശം സ്വന്തമാക്കിയത് പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. എന്നാൽ എത്ര തുകയ്ക്കാണ് ഈ ഡീൽ നടന്നതെന്ന് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ബിസിനസ് ഫാക്ടർ യൂത്ത് ഓഡിയൻസ് ആണ്. കോവിഡ് കാലത്ത് ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമാവുകയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കൂടുതൽ പ്രചാരം വരികയും ചെയ്തു. അത് വർക്കായതോടെ ഇന്നത്തെ സിനിമയിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ പോലും ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റായി മാറി. ഇനി 2023 ഓണം സീസണിലെ ഏറ്റവും വലിയ പ്രോഫിറ്റ് സ്റ്റോറി, ഓണം സീസണിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ സക്സസ് എന്ന് പറയാവുന്ന ചിത്രം RDX. റോബർട്ട് ഡോണി സേവ്യർ. ആ വർഷം ഓഗസ്റ്റ് 25 റിലീസായ ഈ സിനിമയിൽ ആന്റണി വർഗീസ്, ഷെയ്ൻ നിഗം, നീരജ് മാധവ് എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. നഹാസ് ഹിദയത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ചത് സോഫിയ പോൾ ആയിരുന്നു. ഒരു മിഡ് ബഡ്ജറ്റ് റേഞ്ചിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. 8 കോടി രൂപ നിർമ്മാണ ചിലവായ ഈ സിനിമ തിയേറ്റർ വിടുമ്പോൾ 100 കോടി ക്ലബിൽ കയറി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
ഈ സിനിമയുടെയും OTT അവകാശം സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആ തുക എത്രയെന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇനി ഈ സിനിമയുടെ ഏറ്റവും വലിയ ബിസിനസ് ലെസൺ എന്ന് പറയുന്നത് ബിഗ് ബഡ്ജറ്റ് അല്ല പ്രധാനം. നല്ല വിഷയവും ചിത്രീകരണവും സിനിമ എൻഗേജിങ്ങുമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രേക്ഷകർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ പടം വിജയിപ്പിക്കും. അതുവഴി നിർമ്മാതാവിന് നല്ല റിട്ടേൺസ് ലഭിക്കും. 2024 ഓണം സീസൺ മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു വലിയ ബിസിനസ് ബാറ്റിലായിരുന്നു. ഓണം റിലീസായി ഒരേ ദിവസം ഇറങ്ങിയ 2 സിനിമകളും മികച്ച ബിസിനസ് നേടി. ടൊവിനോ തോമസിനെ വ്യത്യസ്ത 3 കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം അഥവാ ARM. കൃതീഷ് ഷെട്ടി, ബേസിൽ ജോസഫ്, സുരഭി ലക്ഷ്മി, ഹരീഷ് ഉത്തമൻ തുടങ്ങിയവരും പ്രധാന കാസ്റ്റിലുണ്ടായിരുന്ന ഈ സിനിമ പല ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി. ലിസി സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും ഡോക്ടർ സക്രിയ തോമസിന്റെ UGM എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിച്ച ARM ആദ്യ ദിവസം മുതൽ തന്നെ തിയേറ്ററിൽ ആളെ നിറച്ചു. പാൻ ഇന്ത്യൻ റിലീസ് സ്ട്രാറ്റജി, 3D പ്രസന്റേഷൻ, മൾട്ടിപ്പിൾ ലാംഗ്വേജ് റിലീസസ് എന്നിവ സിനിമയുടെ ബിസിനസ് പൊട്ടൻഷ്യൽ ഉയർത്തി. ഇവിടെ മലയാളം സിനിമ ഒരു പുതിയ മാർക്കറ്റ് സ്ട്രാറ്റജി പരീക്ഷിക്കുകയായിരുന്നു. അത് വിജയത്തിലെത്തി. അതുകൊണ്ട് തന്നെ 30 കോടി ചിലവാക്കിയ ARMന് 110 കോടിയോളം രൂപ തിയേറ്റർ കളക്ഷൻ മാത്രം കിട്ടി. അതേസമയം 2024 മറ്റൊരു വലിയ വിജയമായിരുന്നു കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രവും സെപ്റ്റംബർ 12 തന്നെയാണ് തിയേറ്ററിലെത്തിയത്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മാതാവ് ജോബി ജോർജാണ് ഈ സിനിമ നിർമ്മിച്ചത്. കേരളത്തിലും ഹൈദരാബാദിലുമായി ഷൂട്ട് ചെയ്ത ഈ സിനിമയുടെ ആകെ നിർമ്മാണ ചെലവ് 7 കോടി രൂപയെന്നാണ് ഇന്റർനെറ്റ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ സിനിമ തിരികെ നേടിയ തിയേറ്റർ കളക്ഷൻ 76.50 കോടി രൂപയാണ്. പിന്നെ ഇതിന്റെ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. 12 കോടി രൂപയ്ക്കാണ് മൊത്തം റൈറ്റ്സും ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് വീണ്ടും തെളിയിക്കുന്നത് എന്താണ്? നല്ല കണ്ടന്റുള്ള സിനിമയ്ക്കും സ്ട്രോങ് ബിസിനസ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ ഓണം സീസൺ നോക്കിയാൽ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഏറ്റവും വലിയ കളക്ഷൻ നേടി മലയാള സിനിമാ ലോകം പോലും അത്ഭുതത്തോടെ കണ്ടിരുന്ന സിനിമയായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സംവിധായകൻ ഡൊമിനിക് അരുൺ കല്യാണി പ്രിയദർശനെ പ്രധാന വേഷത്തിലെത്തിച്ച ലോകയിൽ നസ്ലിൻ, സാൻഡി മാസ്റ്റർ, അരുൺ കുര്യൻ, ചന്തു സലീം കുമാർ തുടങ്ങിയവരും സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്തു. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 30 കോടി രൂപയെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കൂടുതൽ സ്ക്രീനുകളിലേക്ക് നിറഞ്ഞ ലോക തിയേറ്റർ വിടുമ്പോൾ ഏതാണ്ട് 305 കോടി രൂപയോളം ഗ്രോസ് കളക്ഷനും നേടിയിരുന്നു. ഈ സിനിമയുടെ ബിസിനസ് പെർഫോമൻസ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി. മലയാളത്തിലെ ഏറ്റവും വലിയ ഗ്രോസേഴ്സിൽ ഒന്നായി മാറി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഫീമെയിൽ ലെഡ് മലയാളം ബ്ലോക്ക് ബസ്റ്റർ. കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച ചന്ദ്ര എന്ന കഥാപാത്രം തന്നെ സിനിമയുടെ ബിഗ്ഗസ്റ്റ് കൊമേഴ്ഷ്യൽ അസറ്റായി മാറി. അതായത് മലയാള സിനിമയിൽ സ്റ്റാർ ഡ്രിവൻ ബിസിനസ് മാത്രമല്ല, കോൺസെപ്റ്റ് ഡ്രിവൻ യൂണിവേഴ്സ് ബിസിനസ് എന്ന പുതിയ സാധ്യതയും തുറന്നു. 2025 ഒക്ടോബർ 31 മുതൽ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. ജിയോ ഈ സിനിമ വാങ്ങിയതും റെക്കോർഡ് വിലയ്ക്കാണ്. ഏഷ്യാനെറ്റിലേക്കുള്ള സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെ 75 കോടി രൂപയ്ക്കാണ് ലോകയുടെ ഡീൽ നടത്തിയതെന്ന് ഇന്റർനെറ്റ് രേഖകൾ തെളിയിക്കുന്നു. അങ്ങനെ 2016 മുതൽ 2025 വരെയുള്ള ഈ യാത്ര നോക്കുമ്പോൾ ഒരു വലിയ മാറ്റം കാണാം. 2016 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റാർ പവർ ഫാമിലി ഓഡിയൻസ് പ്ലസ് തിയേറ്റർ ബിസിനസ് ആയിരുന്നു. അത് 2020-21 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ കോവിഡ് വന്നു. അതോടുകൂടി OTT ട്രാൻസ്ഫർമേഷനിലേക്ക് നമ്മുടെ മലയാള സിനിമ ചുവട് മാറ്റി. 2022-23 എത്തിയപ്പോഴത്തേക്കും നമുക്ക് യൂത്ത് ഓഡിയൻസ് ധാരാളമായി വന്നു. പ്ലസ് സോഷ്യൽ മീഡിയ, കണ്ടന്റ്, തിയേറ്ററിക്കൽ റിവൈവൽ ഇതെല്ലാം സജീവമായി. 2024-25 വരുമ്പോൾ പാൻ ഇന്ത്യ മാർക്കറ്റിൽ മലയാള സിനിമ സാന്നിധ്യം അറിയിച്ചു തുടങ്ങി. മൾട്ടിപ്പിൾ ലാംഗ്വേജസിലേക്ക് മൂവികൾ റിലീസ് ചെയ്തു തുടങ്ങി. പ്ലസ് സിനിമാറ്റിക് യൂണിവേഴ്സ് പ്ലസ് OTT. അതിനാൽ ഒരു സിനിമയുടെ പ്രോഫിറ്റബിലിറ്റി കണക്കാക്കുമ്പോൾ തിയേറ്റർ കളക്ഷൻ മാത്രം നോക്കുന്നത് ശരിയല്ല. ഒരു പ്രൊഡ്യൂസറിന്റെ യഥാർത്ഥ റവന്യൂ ഇക്വേഷൻ ഇതാണ്: തിയേറ്ററിക്കൽ ഷെയർ, ഓവർസീസ് റൈറ്റ്സ്, OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, മ്യൂസിക് റൈറ്റ്സ്, റീമേക്ക് ഓർ ഡബ്ബിംഗ് റൈറ്റ്സ്. ഇവയെല്ലാം ചേർത്താണ് ഒരു സിനിമയുടെ ഫൈനൽ ബിസിനസ് പിക്ചർ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.